ഇത് ഗുണാക്കേവല്ല, നമ്മുടെ അർമേനിയയിലുള്ള സെന്റ് ഗ്രിഗറിയെ 14 വർഷത്തോളം കാലം അടച്ചിട്ടിരുന്ന ഒരു ജയിലിൻ ആണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ജയിലാണ്. അവിടെ അന്നത്തെ രാജാവ് 14 വർഷക്കാലത്തോളം സെന്റ് ഗ്രിഗറിയെ ഈ ഒരു കല്ലറയിൽ അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ക്രിസ്ത്യാനിറ്റി ഇവിടെ അത്രത്തോളം പോപ്പുലർ ആവാനുള്ള കാരണം നമ്മുടെ സെന്റ് ഗ്രിഗറിയാണ്. ഈ സെന്റ് ഗ്രിഗറിയിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്നതും സൗരാഷ്ട്രീയൻ മതത്തിലുണ്ടായിരുന്ന അർമേനിയൻസ് മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറിയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ രാജാവിന് അദ്ദേഹത്തോട് ദേഷ്യമുണ്ടാവുകയും ഈ 14 വർഷം ഇവിടെ അടയ്ക്കുകയും ചെയ്തു. ഈ സമയത്തിൽ ഒരു ബ്രെഡ്, അതായത് ഒരു ജീവനക്കാരി വന്ന് എന്നും ബ്രെഡ് അദ്ദേഹത്തിന് ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് അദ്ദേഹം ഈ 14 വർഷം ഇവിടെ സർവൈവ് ചെയ്തത്. കാരണം ഒരു ഫുഡും പുള്ളിക്കാരന് കൊടുക്കത്തില്ലായിരുന്നു രാജാവ്. ഇപ്പം തന്നെ കാണാം എന്തോരം ഇരുട്ടാണ് ഈ ഒരു കല്ലറയ്ക്കകത്തൊന്ന്. ആ സമയത്ത് ഒന്ന് ഓർത്ത് നോക്കിക്കും, അണ്ടർഗ്രൗണ്ടിൽ എത്ര ഇരുട്ടത്തായിരിക്കും പുള്ളിക്കാരൻ എത്രത്തോളം വിഷമിച്ചായിരിക്കും അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് കയറുവാണ്, മുകളിലേക്ക് കയറാൻ ഈ പടികളിലൂടെ വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. സത്യം പറഞ്ഞാൽ ഒരു ബന്ധവും ഒരു നമ്മുടെ പുറത്തെ ലോകവുമായിട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നിട്ടില്ല പുള്ളിക്കാരന്. സോ അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ക്രിസ്ത്യാനിറ്റി അവിടെ വളർന്നു വന്നത്. ഈ ഒരു ചർച്ചാണ് ഇപ്പം നിലവിലുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചർച്ച്.